Okay, all of you, welcome to our new video. The continuation of agency content, part 2. Sub-agent under section 191. A sub-agent is a person who is employed by the original agent and who acts under the control of agency. സബ് ഏജന്റ് എന്ന് പറയുന്നത് ഒറിജിനൽ ഏജന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ he is under the control of the original agent of the business of agency. അതിന്റെ പൂർണ്ണ നിയന്ത്രണം ആർക്കായിരിക്കും? ഒറിജിനൽ ഏജന്റിനുമായിരിക്കും. So, a sub-agent is the agent of the original agent. പ്രിൻസിപ്പൽ ഒറിജിനൽ ഏജന്റിനെ അപ്പോയിന്റ് ചെയ്ത് ഒറിജിനൽ ഏജന്റ് ഒരു സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുക. So the relation between the original agent and also the sub-agent is that the principal and an agent. അഥവാ ഇവിടെ ഏജന്റിന് ഒരേ സമയം രണ്ട് കേസാണുള്ളത്. ഒന്ന്, അയാളുടെ പൊസിഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പലും അതേസമയം ഈസ് ദ ഒറിജിനൽ ഏജന്റ്, ഒരു ഏജന്റുമാണ്. അപ്പൊ രണ്ട് പൊസിഷനാണ്, പ്രിൻസിപ്പൽ ആൻഡ് ആൾസോ ആൻ ഏജന്റ്. Then effect of the appointment of sub-agent. Effect of appointment of sub-agent is discussed under two heads. First one, in case of proper appointment. Second one, in case of improper appointment. That is discussed under section 192 and 193. Section 192 related with the appointment of properly. 193, a sub-agent is appointed not properly. That is, first one, that is the difference between these. First one, is principal bound or not എന്നുള്ളത്. പ്രിൻസിപ്പൽ ഇതില് ഉത്തരവാദിയാണോ അല്ല എന്നുള്ളതാണ്. ഒരു സബ് ഏജന്റിനെ പ്രോപ്പർലി അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ, അഥവാ പ്രിൻസിപ്പൽ അറിഞ്ഞുകൊണ്ടാണ് ഒരു സബ് ഏജന്റിനെ ഏജന്റ് അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ സബ് ഏജന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ആരും ഉത്തരവാദിയായിരിക്കും? പ്രിൻസിപ്പൽ ഉത്തരവാദിയായിരിക്കും. എന്നാൽ പ്രിൻസിപ്പൽ അറിയാതെയാണ്, ഇംപ്രോപ്പർ ആയിട്ടാണ് സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ പ്രിൻസിപ്പൽ ഈസ് നോട്ട് ബൗണ്ട് ബൈ ദി ആക്ട് ഓഫ് സബ് ഏജന്റ്. പ്രിൻസിപ്പൽ സബ് ഏജന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഈസ് പ്രിൻസിപ്പൽ റെസ്പോൺസിബിൾ ഓർ നോട്ട് എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ ഉത്തരവാദിയാണോ അല്ല എന്നുള്ളതാണ്. സബ് ഏജന്റിനെ പ്രോപ്പർലി അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ആക്ട് ഓഫ് സബ് ഏജന്റ്. സബ് ഏജന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആര് ഉത്തരവാദിയായിരിക്കും? പ്രിൻസിപ്പൽ ഉത്തരവാദിയായിരിക്കും. എന്നാൽ ഇംപ്രോപ്പർ ആണെങ്കിൽ പ്രിൻസിപ്പൽ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദി ആക്ട് ഓഫ് സബ് ഏജന്റ്. ഈസ് ദ ഒറിജിനൽ ഏജന്റ് റെസ്പോൺസിബിൾ ഓർ നോട്ട് എന്നുള്ളതാണ്. ഒറിജിനൽ ഏജന്റ്, ഇവിടെ മൂന്ന് ആളുകളുള്ളത്. ഒന്ന് പ്രിൻസിപ്പൽ, ഒറിജിനൽ ഏജന്റ്, അയാളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സബ് ഏജന്റ്. ഈ സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രിൻസിപ്പലുടെ അനുമതിയോട് കൂടിയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രോപ്പർലി അപ്പോയിന്റഡ്. പ്രിൻസിപ്പൽ അറിയാതെയാണ് സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഇംപ്രോപ്പർ അപ്പോയിന്റ്. Where sub-agent is improperly appointed,
the original agent is responsible for the act of subagent both to the principal and also to the third parties. പ്രിൻസിപ്പലിനോടും അതേ രൂപത്തിൽ തന്നെ തേർഡ് പാർട്ടിയോടും ആ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം സബ് ഏജന്റ്. സബ് ഏജന്റ് പ്രവർത്തനങ്ങൾക്ക് ഒറിജിനൽ ഏജന്റ് ഉത്തരവാദിയായിരിക്കും. ഈസ് സബ് ഏജന്റ് റെസ്പോൺസിബിൾ ഓർ നോട്ട്? ഇവിടെ പ്രവർത്തനത്തിൽ സബ് ഏജന്റിന്റെ ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളത്, റെസ്പോൺസിബിൾ ആണോ അല്ലേ എന്നുള്ളത്. Where a sub-agent is not properly appointed, the sub-agent is responsible for his act to the original agent but not to the principal. Then, substituted agent. Sub-agent, substituted agent. Sub-agent discussed under section 191. Sub-agent is appointed properly, that is discussed under section 192. Sub-agent is appointed not properly, it is discussed under section 193. Then substituted agent or co-agent, that is discussing under section 194. 191, 92, 93 and 194 is related with the sub-agent and substituted agent. A substituted agent is a person who is named by the agent holding an express or implied authority to name another person to act for the principal in the business of the agency. That is under section 194. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് who is named by the agent holding an express or implied authority. ആ വ്യക്തിക്ക് എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ് അതോറിറ്റി ലഭ്യമാവുകയാണ് to do the agency business for the act of principal in the business. പ്രിൻസിപ്പലിന് പകരം ആക്ട് ചെയ്യുന്നതിന് അയാൾക്ക് എക്സ്പ്രസ് ആയിട്ടോ ഇംപ്ലൈഡ് ആയിട്ടോ അധികാരം കിട്ടുകയാണ്. In such a case, such person is an agent of the principal for such part of the business of agency as entrusted to him. ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പലിന്റെ ഏജന്റ് തന്നെയാണ്, പകരം വരുന്ന ഏജന്റ്. അയാൾക്ക് പ്രിൻസിപ്പലിന്റെ അതേ കാര്യങ്ങൾ അതേ ബിസിനസ് ചെയ്യുന്നതിനുള്ള അധികാരം ഒന്നുകിൽ എക്സ്പ്രസ് ആയിട്ടോ അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ടോ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, എ ആസ്ക്ഡ് അഡ്വക്കേറ്റ് ബി ടു സെൽ ഹിസ് എസ്റ്റേറ്റ് ബൈ ഓപ്ഷൻ. എ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റായ ബിയോട് അയാളുടെ എസ്റ്റേറ്റ് ലേലത്തിൽ വിൽക്കാൻ ആവശ്യപ്പെടും. ഫോർ ദിസ് പർപ്പസ്, ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എ ഓതറൈസ്ഡ് ബി, എ അഡ്വക്കേറ്റ് ബിയെ ഓതറൈസ് ചെയ്യാണ് ടു എംപ്ലോയ് ആൻഡ് ഓപ്ഷനെയർ, ഇതിനു വേണ്ടിയിട്ട് ഒരു ലേലക്കാരനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്യാണ്. അങ്ങനെ ലേലക്കാരനായിട്ട് ബി ആര് അപ്പോയിന്റ് ചെയ്തു? യെസിനെ അപ്പോയിന്റ് ചെയ്യാണ്. ഇൻ ദിസ് കേസ് യെസ് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് ഓഫ് എ. യെസ് ഇവിടെ എയുടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് ആണ്. കാരണം എ ആദ്യം എസ്റ്റേറ്റ് വിൽപ്പനത്താൻ ബി എ ആണ് ഏൽപ്പിച്ചത്. ബി അത് ആരെ ചുമതലപ്പെടുത്തുകയാണ്? യെസിനെ ചുമതലപ്പെടുത്തുകയാണ്. അപ്പൊ എയുടെ ഏജന്റ് ആയിരുന്നു ആര്? ബി. എന്നാൽ ബി അത് ആരെ ചുമതലപ്പെടുത്തി? യെസിനെ ചുമതലപ്പെടുത്തുക. സോ യെസ് ഈസ് ഹിയർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്. Then the distinction between sub-agent and substituted agent. Sub-agentum substituted agentum തമ്മിലുള്ള വ്യത്യാസം discussed in 3 columns. First one, on the basis of work. Sub-agent
വർക്ക്സ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഒറിജിനൽ ഏജന്റ്. ഒറിജിനൽ ഏജന്റിന്റെ കൺട്രോളിലാണ് ആര് വർക്ക് ചെയ്യുക? സബ് ഏജന്റ് വർക്ക് ചെയ്യുക. കാരണം സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ഒറിജിനൽ ഏജന്റ് ആണ്. പക്ഷെ അത് പ്രിൻസിപ്പലുടെ സമ്മതത്തോടു കൂടി ആവാം, സമ്മതമില്ലാതെയും ആവാം. സമ്മതത്തോടു കൂടിയാണെങ്കിൽ പ്രോപ്പർലി അപ്പോയിന്റഡ്, സമ്മതമില്ലാതെയാണെങ്കിൽ നോട്ട് പ്രോപ്പർലി അപ്പോയിന്റഡ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറയുന്നത് ഹി വർക്ക്സ് അണ്ടർ ദി കൺട്രോൾ ഓഫ് പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിന്റെ കൺട്രോളിലാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് വർക്ക് ചെയ്യുന്നത്. സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു ഏജന്റിന്റെ കീഴിൽ വരുന്നതാണ് സബ് ഏജന്റ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ അധികാരപ്പെടുത്തിയിട്ടുള്ള, എക്സ്പ്രസ് ആയിട്ടോ ഇംപ്ലൈഡ് ആയിട്ടോ അധികാരപ്പെടുത്തിയിട്ടുള്ള ആൾ തന്നെയാണ് ആര്? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്. അപ്പൊ പ്രിൻസിപ്പലിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രിവിറ്റി. There is no privity of contract between a sub-agent and principal. പ്രിൻസിപ്പലും സബ് ഏജന്റും തമ്മിൽ ഡയറക്റ്റ് കോൺട്രാക്റ്റ് ഒന്നുമില്ല. Hence, both cannot sue each other. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കോൺട്രാക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് they cannot sue each other. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ആണ്. അതുകൊണ്ട് തന്നെ the privity of contract between substituted agent and principal is arised. Hence, both can sue each other. രണ്ടാളുകൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കാൻ പറ്റും. Then third difference, original agent's responsibility. യഥാർത്ഥ ഏജന്റിന്റെ ഉത്തരവാദിത്തം. സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് തന്നെ ഒറിജിനൽ ഏജന്റ് ആണ്. അതുകൊണ്ട് ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ആക്ട് ഓർ നെഗ്ലിജൻസ് ഓഫ് ദി സബ് ഏജന്റ്. സബ് ഏജന്റിന്റെ പ്രവർത്തിക്കോ അല്ലെങ്കിൽ ആ പ്രവർത്തിക്കാതിരിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം, അതിന്റെ ഉത്തരവാദിത്തം മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും ആർക്കായിരിക്കും? ഏജന്റിനായിരിക്കും, ഒറിജിനൽ ഏജന്റിനായിരിക്കും. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റിന്റെ കേസിൽ ദ ഒറിജിനൽ ഏജന്റ് ഈസ് not responsible for the act or negligence of the substituted agent. Substituted agentന്റെ നെഗ്ലിഗൻസിന് ആര് ഉത്തരവാദിയല്ല? ഒറിജിനൽ ഏജന്റ്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ എയുടെ വക്കീലാണ് ബി. ബിയുടെ സമ്മതത്തോടു കൂടി തന്നെ എ ആണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? എസിനെ ഓപ്ഷനെയർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷനെയർ ആയിട്ടുള്ള എസിന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കുണ്ടായിരിക്കില്ല? വക്കീലിന്, അഡ്വക്കേറ്റിന് ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. കാരണം that is a contractual relationship between the principal and substituted agent. These are the difference between sub-agent and substituted agent. Then the distinction between sub-agent and substituted agent. നമുക്കറിയാം സബ് ഏജന്റിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഒറിജിനൽ ഏജന്റ്. സോ ഹി ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഒറിജിനൽ ഏജന്റ്. While substituted agent is appointed by the principal who under the control of principal. സത്യത്തില് ഒറിജിനൽ ഏജന്റ് ആണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഹീസ് വർക്ക് അണ്ടർ ദി കൺട്രോൾ ഓഫ് പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിന്റെ നേരിട്ടുള്ള കൺട്രോളിലായിരുന്നു, ഡയറക്റ്റ് കൺട്രോളിലാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് സബ് ഏജന്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദി ഒറിജിനൽ ഏജന്റ്, നോട്ട് ടു ദ പ്രിൻസിപ്പൽ. സബ് ഏജന്റ് നേരിട്ട് ഉത്തരവാദിത്തം ആർക്കുള്ളത്? ഒറിജിനൽ ഏജന്റിനോടാണ്. ആരോടില്ല? പ്രിൻസിപ്പലോട് ഇല്ല എന്നുള്ളത്. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് ഈസ് റെസ്പോൺസിബിൾ ഓൺലി ടു ദ പ്രിൻസിപ്പൽ, നോട്ട് ടു ദ ഒറിജിനൽ ഏജന്റ്. ഒറിജിനൽ ഏജന്റിനോട് യാതൊരുവിധ റെസ്പോൺസിബിലിറ്റി ഇല്ല. അത് ആരോടുള്ളൂ? പ്രിൻസിപ്പലോട്. കാരണം പ്രിൻസിപ്പൽ ആണ് അയാളെ അപ്പോയിന്റ് ചെയ്യുന്നത്. കാരണം ഒറിജിനൽ ഏജന്റ് അതിൽ നിന്ന് പിന്മാറുകയാണ്.
ഒറിജിനൽ ഏജന്റ് മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് അയാളായിരിക്കും ഒറിജിനൽ ഏജന്റിന് പകരം വരുന്ന ഏജന്റ്. അപ്പോൾ ഈസ് റെസ്പോൺസിബിൾ ഓൺലി ടു ദ പ്രിൻസിപ്പൽ. തേർഡ് വൺ, ഒറിജിനൽ ഏജന്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദി പ്രിൻസിപ്പൽ ഫോർ ദി ആക്ട് ഓഫ് സബ് ഏജന്റ്. ഈ സബ് ഏജന്റിന്റെ പ്രവർത്തിക്ക് ഒറിജിനൽ ഏജന്റ് ആരോട് ഉത്തരവാദിയായിരിക്കും? പ്രിൻസിപ്പലോട്. കാരണം പ്രിൻസിപ്പൽ, സബ് ഏജന്റ് ആൻഡ് ഒറിജിനൽ ഏജന്റ്. അപ്പോൾ അതില് സബ് ഏജന്റിന്റെ ഉത്തരവാദിത്തം ആരോടാണ്? ഏജന്റിനോടാണ്, ഒറിജിനൽ ഏജന്റിനോടാണ്. ഒറിജിനൽ ഏജന്റിന്റെ ഉത്തരവാദിത്തം ആരോടുമായിരിക്കും? പ്രിൻസിപ്പലോടും ആയിരിക്കും എന്നുള്ളതാണ്. ദ ഒറിജിനൽ ഏജന്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പൽ. ഒറിജിനൽ ഏജന്റിന് ആരോട് ഉത്തരവാദിത്തമില്ല? പ്രിൻസിപ്പലോട്ടില്ല. കാരണം ഒറിജിനൽ ഏജന്റ് അതിൽ നിന്ന് പിന്മാറുന്നുണ്ട്. അതിന് പകരമാണ്, ഒറിജിനൽ ഏജന്റിന് പകരമാണ് സബ് ഏജന്റ് വരുന്നത്. അപ്പോൾ ഒറിജിനൽ ഏജന്റിന് യാതൊരുവിധ റോളും ആ ബിസിനസ്സിലില്ല. അതുകൊണ്ട് ഈ ഈസ് നോട്ട് റെസ്പോൺസിബിൾ എന്നത്. ദെൻ നോ കോൺട്രാക്ട് ബിറ്റ്വീൻ ദി സബ് ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ. ഇവിടെ സബ് ഏജന്റിന്റെ കേസിൽ നമ്മൾ പറയുന്നുണ്ട് 3 ആളുകളാണ്. ഫസ്റ്റ് വൺ പ്രിൻസിപ്പൽ, സെക്കൻഡ് വൺ ഒറിജിനൽ ഏജന്റ്, തേർഡ് വൺ സബ് ഏജന്റ്. ഇപ്പൊ ഇവിടെ ഒറിജിനൽ ഏജന്റും പ്രിൻസിപ്പലും തമ്മിലാണ്, ഒറിജിനൽ ഏജന്റും പ്രിൻസിപ്പലും തമ്മിലാണ് റിലേഷൻഷിപ്പ്. ഒറിജിനൽ ഏജന്റും സബ് ഏജന്റും തമ്മിലാണ് റിലേഷൻഷിപ്പ്. സബ് ഏജന്റും പ്രിൻസിപ്പലും തമ്മിൽ യാതൊരുവിധ റിലേഷൻഷിപ്പും ഇല്ല. അതുകൊണ്ട് there is no contract between the sub-agent and the principal. While in the substituted agency, direct contact between the substituted agent and the principal. നേരിട്ടുള്ള കോൺട്രാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇവർ തമ്മിൽ. That's all. In the difference between the sub-agent and substituted agent. Clear ആയി എന്ന് തോന്നുന്നു. Then, rights of an agent. First one, right to remuneration. Under section 219, where the services rendered by the agent are not voluntary or gratuitous, the agent is entitled to receive the agreed remuneration, or if nothing is agreed, a reasonable remuneration. ഏജൻസി കോൺട്രാക്റ്റ് ഒരു ഗ്രാറ്റുറ്റസ് അല്ലെങ്കിൽ, നന്ദി സൂചകമായിട്ടല്ലെങ്കിൽ, അതല്ലെങ്കിൽ സ്വമേധയായി ഏറ്റെടുത്തിട്ടുള്ള ഏജൻസി അല്ലെങ്കിൽ, ഏജന്റിന് അവര് നേരത്തെ അഗ്രി ചെയ്തിട്ടുള്ള ഒരു റെമുനറേഷൻ എമൗണ്ട് കിട്ടേണ്ടതാണ്. ഇനി നേരത്തെ അങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള, ഏജന്റ് ചെയ്തിട്ടുള്ള ആ വർക്കിന് റീസണബിൾ റെമുനറേഷൻ will be available. Second point, second rights of agent. Rights of retainer under section 217. Rights of retainer. The agent have a right to retain his principal's money until his claim in respect of his remuneration or advance made or expense properly incurred in conducting the business of agency are paid. ഏജന്റിനെ പ്രിൻസിപ്പൾക്ക് കൊടുക്കാനുള്ള പണം തടഞ്ഞു വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഏതുവരെ? അയാൾക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ ഏജന്റിന് കിട്ടാനുള്ള റെമുനറേഷൻ എമൗണ്ടോ അതല്ലെങ്കിൽ ഏജൻസി കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏജന്റിന് ചെലവായിട്ടുള്ള എമൗണ്ടോ പ്രിൻസിപ്പലിന്റെ അടുത്തുനിന്ന് കിട്ടുന്നത് വരെ ആ എമൗണ്ട് തടഞ്ഞു വെക്കുന്നതിനുള്ള റൈറ്റ് ഉണ്ട്. തേർഡ് right of an agent is right of lien. Right of lien.
under section 221. An agent is entitled to retain goods of the principal, whether it is movable or immovable, until the amount due to him for commission, etc., has been paid or accounted for. The agent can only retain the goods, no power to sell the goods. ഏജന്റിന് കിട്ടാനുള്ള ഏജൻസി റെമ്യൂണറേഷൻ അതല്ലെങ്കിൽ കമ്മീഷൻ കിട്ടുന്നത് വരെ പ്രിൻസിപ്പളുടെ ഗുഡ്സ് പണയപ്പെടുത്താൻ ലീൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എന്നാൽ ഇങ്ങനെ ലീൻ ചെയ്ത ഗുഡ്സ് വിൽപ്പനക്കുള്ള അധികാരം ആർക്കുണ്ടായിരിക്കില്ല? ഏജന്റിന് ഉണ്ടായിരിക്കുന്നതല്ല. നെക്സ്റ്റ് വൺ, റൈറ്റ് ടു ബി indemnified against consequences of lawful act. Indemnification against the consequences of lawful act under section 222. A principal is bound to indemnify an agent against loss sustained by the agent in the course of the agency business, where the agent incurred damages and expenses in defending action on behalf of the principal, he is entitled to reimburse of the same. അഥവാ പ്രിൻസിപ്പലുടെ ഗുഡ്സ് ഇത്തരം ഡീലിങ്സിൽ നഷ്ടമില്ലാതിരിക്കുന്നതിന് വേണ്ടി ഏജന്റ് ഏതെല്ലാം തരത്തിലുള്ള ഡിഫൻസ് ആണോ ചെയ്തത് ആ നഷ്ടം വരാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യം ചെയ്തിട്ടുണ്ടോ അതിന് ഏജന്റിന് ചെലവായിട്ടുള്ള ആ എമൗണ്ട് ഇൻഡംനിഫിക്കേഷനായിട്ട് അല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഏജന്റിനുണ്ട്. നെക്സ്റ്റ് വൺ, റൈറ്റ് ടു ഇൻഡംനിഫൈഡ് അഗെയിൻസ്റ്റ് കോൺസിക്വൻസസ് ഓഫ് ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് അണ്ടർ സെക്ഷൻ 223. Consequences of act done in good faith. ഉത്തമ വിശ്വാസത്തോടു കൂടി ഏജന്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയും അതിൽ ഏജന്റിന് ഏതെങ്കിലും തരത്തിലുള്ള ചെലവുകൾ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് പ്രിൻസിപ്പലിന്റെ അടുത്തുനിന്ന് നഷ്ടപരിഹാരമായിട്ട് കിട്ടാനുള്ള റൈറ്റ് ഏജന്റിനുണ്ട്. And finally, right to compensation. Right to compensation under section 225. മറ്റ് നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നഷ്ടപരിഹാരം കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ ഇൻഡംനിഫിക്കേഷൻ പറഞ്ഞത് അയാൾ ഗുഡ് ഫെയ്ത്തോട് കൂടിയോ അതല്ലെങ്കിൽ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ പ്രിൻസിപ്പളുടെ ഗുഡ്സിന് ഉണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കുന്നതിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്നതിനോ മറ്റോ ചെലവുണ്ടാകുകയാണെങ്കിൽ അത് മീറ്റ് ചെയ്യും. ഇവിടെ ലാസ്റ്റ് പറയുന്നത് സെക്ഷൻ 225 പ്രകാരം മറ്റു തരത്തിലുള്ള നഷ്ടപരിഹാരം കിട്ടുന്നതിനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ദീസ് ആർ ദി 6 റൈറ്റ് ഓഫ് ആൻ ഏജന്റ്. Then duties of an agent to principal. Duties of an agent to the principal, duties of an agent to the third parties. രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന് പ്രിൻസിപ്പലിനെതിരെയുള്ള ഡ്യൂട്ടീസും തേർഡ് പാർട്ടിക്ക് എതിരെയുള്ള ഡ്യൂട്ടീസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഏജന്റ് ടു പ്രിൻസിപ്പൽ ആണ്. പ്രിൻസിപ്പൽക്ക് ഉള്ള ഡ്യൂട്ടീസാണ്, പ്രിൻസിപ്പലിനോടുള്ള ഡ്യൂട്ടി. ഫസ്റ്റ് വൺ പറയുന്നത് ഡ്യൂട്ടി ടു ആക്ട് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ഓർ കസ്റ്റം ഓഫ് ട്രേഡ്. ഒന്ന്, ഏജൻസി കോൺട്രാക്റ്റിൽ പ്രിൻസിപ്പളുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് ആര് പ്രവർത്തിക്കേണ്ടത്? ഏജന്റ് പ്രവർത്തിക്കേണ്ടത്. ഇനി അങ്ങനെ ഒരു ഡയറക്ഷൻ ഇല്ല എങ്കിൽ സാധാരണ കസ്റ്റം ഓഫ് ട്രേഡ് എന്താണോ ആ രീതിയിലായിരിക്കണം ആര് പ്രവർത്തിക്കേണ്ടത്? ഏജന്റ് പ്രവർത്തിക്കേണ്ടത്. ദാറ്റ് ഈസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പ്രിൻസിപ്പാൾസ് ഡയറക്ഷൻ. When the agent act otherwise and any loss is incurred,
he must make it good to his principal. നിർദ്ദേശത്തിന് എതിരായിക്കൊണ്ടോ മറ്റോ ഏജന്റ് പ്രവർത്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലിന് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ആ നഷ്ടം ആര് നികത്തി കൊടുക്കണം? ഏജന്റ് പ്രിൻസിപ്പലിന് നികത്തി കൊടുക്കേണ്ടതാണ്. ഏജന്റ് പ്രിൻസിപ്പലിന് നികത്തി കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് അണ്ടർ സെക്ഷൻ 211. ഫോർ എക്സാമ്പിൾ, an agent who asked to insure the goods. എയും ബിയും തമ്മിലുള്ളൊരു ഏജൻസി കോൺട്രാക്ട്സ് ആണ്. ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇപ്പൊ ഏജന്റ് ആയിട്ടുള്ള ഇതിൽ എനോട് പറയുകയാണ്, ഫോർ എക്സാമ്പിൾ ബി ആണ് ഇവിടെ പ്രിൻസിപ്പൽ എങ്കിൽ ബി പറയുന്നുണ്ട് ഡീൽ ചെയ്യുന്ന ഗുഡ്സ് ഇൻഷുർ ചെയ്യണമെന്ന്. എന്നാൽ the agent failed to do so. അങ്ങനെ ചെയ്യാൻ പരാജയപ്പെടുകയും and the goods were destroyed by fire. അത് ആ ഗുഡ്സ് അഗ്നിക്കിരയാകുകയും ചെയ്തു. ഇവിടെ പ്രിൻസിപ്പളുടെ ഡയറക്ഷന് എതിരായിക്കൊണ്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ഏജന്റ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏജന്റ് ആയിട്ടുള്ള എ വാസ് liable to compensate his principal for the amount of the ആ ബിൽ എമൗണ്ട് നിർബന്ധമായിട്ടും ആർക്ക് കൊടുക്കേണ്ടി വരും? ഏജന്റ് പ്രിൻസിപ്പൾക്ക് കൊടുക്കേണ്ടി വരും. സെക്കൻഡ് ഡ്യൂട്ടി ടു ആക്ട് റീസണബിൾ കെയർ ആൻഡ് സ്കിൽ അണ്ടർ സെക്ഷൻ 221. Agent must compensate the principal in respect of the direct consequence of his own neglect, want of skill or misconduct, but not respect of loss or damage which are indirectly or remotely caused by such neglect. ഏജന്റിന്റെ അവഗണന കൊണ്ടോ മറ്റോ ഈ ഗുഡ്സിന് പ്രിൻസിപ്പൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അയാളുടെ ഏജന്റിന്റെ മിസ്കോണ്ടക്ട് കൊണ്ടോ മറ്റോ നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ലോസ് ആര് നികത്തി കൊടുക്കണം? മേക്കപ്പ് ബൈ ദി ഏജന്റ്. എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള, ആക്സിഡന്റൽ ആയിട്ടുള്ള, റിമോട്ട്ലി കോസ്ഡ് ലോസ് ആണെങ്കിൽ അത് ആര് നികത്തി കൊടുക്കേണ്ട ആവശ്യമില്ല? ഏജന്റ് പ്രിൻസിപ്പൾക്ക് നികത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഡ്യൂട്ടി ടു റെൻഡർ അക്കൗണ്ട്സ് അണ്ടർ സെക്ഷൻ 213. സെക്ഷൻ 213. Remember it. It is the duty of an agent to keep the money and property of the principal separately and to keep true and correct accounts of all his transactions on behalf of the principal and to produce the same to his principal whenever he demands. ഏജൻസി കോൺട്രാക്ട്സിൽ പ്രിൻസിപ്പലിൻ്റെ അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് കെപ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഡീലിങ്സ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യണം. എപ്പോഴാണോ പ്രിൻസിപ്പൽ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് ഇത്തരം അക്കൗണ്ട്സുകൾ ഏജന്റ് നിർബന്ധമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കർത്തവ്യമുണ്ട്. Another one, duty to communicate in case of difficulty with principal. ഏജൻസി കോൺട്രാക്ട്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുകയാണെങ്കിൽ that must be communicated with the principal under section 214. Another one, duty to pay overall monies received on behalf of the principal subject to any lawful deduction for remuneration or expense properly incurred under section 218. അഥവാ പ്രിൻസിപ്പൾക്ക് വേണ്ടി റിസീവ് ചെയ്തിട്ടുള്ള മുഴുവൻ എമൗണ്ടും അത് പ്രിൻസിപ്പളുടെ അക്കൗണ്ടിലൂടെ അയാൾക്ക് കൈമാറണം. പക്ഷേ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ലോഫുൾ ഡിഡക്ഷൻ, നിയമപരമായിട്ടുള്ള ഡിഡക്ഷൻ അലോബിൾ ആണ്. അയാൾക്ക് കിട്ടാനുള്ള റെമുനറേഷൻ, അയാൾക്ക് ചെലവാകുന്ന എമൗണ്ടുകൾ അതെല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നിർബന്ധമായിട്ടും ആർക്ക് കൈമാറ്റം ചെയ്യണം? പ്രിൻസിപ്പാൾക്ക് കൈമാറ്റം ചെയ്യണം. അണ്ടർ സെക്ഷൻ 218.
Another one, duty not to set up adverse title. ഏജൻസി കോൺട്രാക്ട്സിൽ അയാളെ ഏൽപ്പിച്ചിട്ടുള്ള ഗുഡ്സിൻ്റെ മേലെ അഡ്വൈസ് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളതില്ല. ഞാനാണ്, എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് പറയുന്നത്. അത്തരം രീതിയിലുള്ള ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. Another one, duty to pass the information to the principal. പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും റിസീവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദി പ്രിൻസിപ്പൽ. കാരണം പ്രിൻസിപ്പൽ ചെയ്യുന്ന എല്ലാ കാര്യവും ആരവിടെ ചെയ്യുന്നത്? ഏജന്റാണ്. അതുകൊണ്ട് തന്നെ ഏജന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ് എന്തെല്ലാം വിവരങ്ങളാണോ ലഭ്യമാകുന്നത് ആ വിവരങ്ങൾ പ്രിൻസിപ്പളിനെ അറിയിക്കുക. പ്രിൻസിപ്പളിന്റെ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കണം ആര് പ്രവർത്തിക്കേണ്ടത്? ഏജന്റ് പ്രവർത്തിക്കേണ്ടത്. Another one, duty not to delegate his authority. One of the important point, authority of an agent not delegate to others. മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൈമാറ്റം ചെയ്യാൻ പാടില്ല. Another one, duty not to disclose confidential information. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രഹസ്യ സ്വഭാവത്തിലുള്ള വിവരങ്ങൾ നിർബന്ധമായിട്ടും അതേ രീതിയിൽ തന്നെ കെപ്റ്റ് ചെയ്യണം. അത് പരസ്യപ്പെടുത്താൻ പാടില്ല. ഉദാഹരണത്തിന് യഥാർത്ഥ ഓണറെ പ്രിൻസിപ്പളിൻ്റെ പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്ന് പ്രിൻസിപ്പളുടെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ആ പ്രിൻസിപ്പളുടെ പേര് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കോൺഫിഡൻഷ്യലായിട്ട് നിലനിർത്താനുള്ള ഡ്യൂട്ടി ആർക്കുണ്ട്? ഏജന്റിന് ഉണ്ട്. നെക്സ്റ്റ് വൺ, ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ. സെക്ഷൻ 209. പ്രിൻസിപ്പളുടെ താല്പര്യത്തിനായിരിക്കണം മുൻതൂക്കം കൊടുക്കേണ്ടത്. പ്രിൻസിപ്പളുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കണം ആര് പ്രവർത്തിക്കേണ്ടത്? ഏജന്റ് പ്രവർത്തിക്കേണ്ടത്. ആൻഡ് ഫൈനലി, ഡ്യൂട്ടി നോട്ട് ടു മേക്ക് എനി സീക്രട്ട് പ്രോഫിറ്റ് ഫ്രം ഏജൻസി. ഈ ഏജൻസി കോൺട്രാക്ട്സിൽ ഏജന്റ് അയാൾക്ക് കിട്ടേണ്ട റെമ്യൂണറേഷനും കമ്മീഷനും അല്ലാതെ സീക്രട്ട് പ്രോഫിറ്റുകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. കാരണം അയാളെ ഏൽപ്പിച്ച ഒരു വസ്തു വിൽപ്പന നടത്താൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിൽപ്പന നടത്തിയ എത്രയാണോ ആ എമൗണ്ട് ആർക്ക് കൈമാറണം? പ്രിൻസിപ്പൾക്ക് കൈമാറണം. അതിൽ വിൽപ്പന നടത്താൻ ഏൽപ്പിച്ച വസ്തു 15,000 രൂപക്ക് വിൽപ്പന നടത്തുകയും പ്രിൻസിപ്പളോട് പറയാണ് 10,000 രൂപക്കാണ് വിൽപ്പന നടത്തി എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5,000 രൂപ അയാൾ സീക്രട്ട് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിയായ രീതിയല്ല. അപ്പം മുഴുവൻ എമൗണ്ടും ആർക്ക് കൈമാറണം? പ്രിൻസിപ്പൾക്ക്. അപ്പോൾ സീക്രട്ട് പ്രോഫിറ്റ് അറൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അനദർ ഡ്യൂട്ടി ഓഫ് ആൻ ഏജന്റ്. These are the duties of an